നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നിലേക്കാണ് ഇന്ന് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. എന്തുകൊണ്ടാണ് ലോകത്ത് ചില ആളുകൾ മാത്രം അമിതമായ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റു ചിലർ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും പരാജയത്തിന്റെ കയങ്ങളിലേക്ക് പതിക്കുന്നത്? ഒരേ ജോലി ചെയ്യുന്ന രണ്ടു വ്യക്തികളിൽ ഒരാൾ ഉന്നത സ്ഥാനങ്ങളിലെത്തുമ്പോൾ മറ്റേയാൾ എന്തുകൊണ്ട് അവിടെ തന്നെ തങ്ങി നിൽക്കുന്നു? ഇതിനെല്ലാം ഉത്തരം നൽകുന്ന ഒരു അത്ഭുത ലോകം നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് നമ്മുടെ ഉപബോധമനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ്. ലോകപ്രശസ്ത ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ ജോസഫ് മർഫിയുടെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഈ വീഡിയോ നിങ്ങളുടെ ചിന്താഗതിയെയും അതുവഴി നിങ്ങളുടെ ജീവിതത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരൊറ്റ സെക്കൻഡ് പോലും കളയാതെ ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ നിധിശേഖരമുണ്ട്. അത് കണ്ടെത്താൻ പുറം ലോകത്ത് തിരഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടർ മർഫി പറയുന്ന ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. ഒരു കാന്തിക ശക്തിയുള്ള ഇരുമ്പ് കഷ്ണത്തിന് അതിന്റെ ഭാരത്തിന്റെ 12 ഇരട്ടി ഭാരം ഉയർത്താൻ കഴിയും. എന്നാൽ ആ കാന്തിക ശക്തി ആ ഇരുമ്പ് കഷ്ണത്തിൽ നിന്നും നീക്കം ചെയ്താൽ ഒരു ചെറിയ തൂവൽ പോലും ഉയർത്താൻ അതിന് കഴിയില്ല. ഇതുപോലെ തന്നെയാണ് മനുഷ്യരും. ഉള്ളിൽ വിശ്വാസത്തിന്റെയും പോസിറ്റീവ് ചിന്തകളുടെയും കാന്തിക ശക്തിയുള്ളവർക്ക് ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കാനും വിജയങ്ങൾ വെട്ടിപ്പിടിക്കാനും സാധിക്കും. എന്നാൽ സംശയവും ഭയവുമുള്ളവർക്ക് ചെറിയൊരു തടസ്സം പോലും വലിയ പർവ്വതമായി തോന്നും. നിങ്ങളുടെ ഉള്ളിലെ ആ കാന്തിക ശക്തി ഉണർത്താനുള്ള താക്കോലാണ് ഉപബോധ മനസ്സിനെക്കുറിച്ചുള്ള അറിവ്. നമ്മുടെ മനസ്സിന് 2 തലങ്ങളുണ്ട്: ബോധമനസ്സും ഉപബോധ മനസ്സും. ഇതിനെ ലളിതമായി മനസ്സിലാക്കാൻ ഒരു തോട്ടക്കാരന്റെയും പൂന്തോട്ടത്തിന്റെയും ഉദാഹരണം എടുക്കാം. നിങ്ങളുടെ ബോധമനസ്സാണ് ആ തോട്ടക്കാരൻ. നിങ്ങൾ ഓരോ ദിവസവും എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങൾ വിതയ്ക്കുന്ന വിത്തുകൾ. നിങ്ങളുടെ ഉപബോധമനസ്സ് ആ തോട്ടത്തിലെ വളക്കൂറുള്ള മണ്ണാണ്. ഈ മണ്ണിന് വിത്തുകളെ വേർതിരിച്ചറിയാനുള്ള കഴിവില്ല. നിങ്ങളവിടെ വിഷമുള്ള വിത്തുകൾ വിതച്ചാൽ അത് വിഷച്ചെടികൾ വളർത്തും. നിങ്ങൾ മനോഹരമായ പൂക്കളുടെ വിത്തുകൾ വിതച്ചാൽ അവിടെ സുഗന്ധമുള്ള പൂക്കൾ വിരിയും. നമ്മളിൽ ഭൂരിഭാഗം പേരും അറിയാതെ തന്നെ പരാജയത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഭയത്തിന്റെയും വിത്തുകളാണ് ഓരോ ദിവസവും വിതയ്ക്കുന്നത്. എനിക്കിതിന് കഴിയില്ല, എന്റെ ഭാഗ്യം മോശമാണ്, എനിക്ക് പണമില്ല എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ചെന്നെത്തുകയും അത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അത്തരത്തിൽ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഉപബോധ മനസ്സിന് മറ്റൊരു പ്രത്യേകതയുണ്ട്: അത് തർക്കിക്കില്ല. നിങ്ങളുടെ ബോധമനസ്സ് എന്ത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുവോ അത് ഉപബോധ മനസ്സ് യാതൊരു ചോദ്യവുമില്ലാതെ സ്വീകരിക്കും. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. ഇതൊന്നും നടക്കില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് ഒരു ഉത്തരവായി സ്വീകരിക്കുന്നു. പകരം ഇത് ചെയ്യാൻ എനിക്ക് സാധിക്കും, അതിനുള്ള വഴികൾ പ്രപഞ്ചം എനിക്ക് കാണിച്ചു തരും എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുൻപുള്ള സമയമാണ് ഉപബോധ മനസ്സുമായി സംവദിക്കാൻ ഏറ്റവും അനുയോജ്യം. ആ സമയത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ വിജയങ്ങളെക്കുറിച്ച് സങ്കൽപ്പിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നടന്നുകഴിഞ്ഞു എന്ന രീതിയിൽ സന്തോഷത്തോടെ ചിന്തിക്കുക. ഈ ശീലം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരും. പലരും സാമ്പത്തികമായി കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവരും സമ്പന്നരാകുന്നില്ല. ഇതിന്റെ കാരണം പണത്തോടുള്ള നമ്മുടെ മനോഭാവമാണ്. പണം എല്ലാ തിന്മകളുടെയും മൂലമാണ്, അല്ലെങ്കിൽ പണക്കാരെല്ലാം മോശക്കാരാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും പണം ലഭിക്കില്ല. കാരണം നിങ്ങൾ എന്തിനെയാണോ ആഴത്തിൽ വെറുക്കുന്നത് അത് നിങ്ങളിൽ നിന്ന് അകന്നുപോകും. പണം എന്നത് പ്രപഞ്ചത്തിലെ ഒരു ഊർജമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കണം. പണത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുക. മറ്റുള്ളവരുടെ സമ്പത്തിൽ സന്തോഷിക്കാൻ പഠിക്കുക. സമ്പത്ത് എന്റെ ജീവിതത്തിലേക്ക് ആയാസരഹിതമായി ഒഴുകിവരുന്നു എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുൻപ് 5 മിനിറ്റ് നേരം സമ്പത്ത്, വിജയം എന്നീ വാക്കുകൾ മാത്രം ആവർത്തിച്ചു പറയുക. ഇത് നിങ്ങളുടെ മനസ്സിനെ സമ്പന്നതയിലേക്ക് ട്യൂൺ ചെയ്യാൻ സഹായിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഉപബോധ മനസ്സിന് വലിയ പങ്കുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും നിയന്ത്രിക്കുന്നത് ഈ മനസ്സു തന്നെയാണ്. ആധുനിക വൈദ്യശാസ്ത്രം പോലും പ്ലാസിബോ ഇഫക്റ്റ് അംഗീകരിക്കുന്നുണ്ട്. അതായത് വെറും പഞ്ചസാര ഗുളിക കഴിക്കുമ്പോൾ പോലും താൻ സുഖപ്പെടും എന്ന ഉറച്ച വിശ്വാസം രോഗിയെ ഭേദമാക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ട്. എന്റെ ശരീരം പൂർണ്ണ ആരോഗ്യത്തിലാണ്.
ഓരോ ദിവസവും ഞാൻ കൂടുതൽ കരുത്തനാകുന്നു എന്ന് നിരന്തരം ചിന്തിക്കുക. രോഗത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. ആരോഗ്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുക. 80ഉം 90ഉം വയസ്സിലും ചെറുപ്പക്കാരെ പോലെ ജോലി ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ മനസ്സുകൊണ്ട് തങ്ങൾ വയസ്സായവരാണെന്ന് സമ്മതിച്ചു കൊടുക്കുന്നില്ല. വാർദ്ധക്യമെന്നത് ശരീരത്തിനല്ല, മറിച്ച് മനസ്സിലാണ് തുടങ്ങുന്നത്. എന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുക, ലക്ഷ്യങ്ങൾ വെച്ചു പുലർത്തുക. അപ്പോൾ നിങ്ങൾ എന്നും യുവാവായിരിക്കും. നമ്മുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താനും ഉപബോധ മനസ്സ് സഹായിക്കും. നിങ്ങളൊരു നല്ല പങ്കാളിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ ഒരു കടലാസിൽ എഴുതുക. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകഴിഞ്ഞു എന്ന് സങ്കൽപ്പിച്ച് സന്തോഷിക്കുക. ആരോടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യമോ പകയോ ഉണ്ടെങ്കിൽ അത് നിങ്ങളെയാണ് ദോഷകരമായി ബാധിക്കുന്നത്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കുക, അവരെ അനുഗ്രഹിക്കുക. കാരണം നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി എന്താഗ്രഹിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്കും വരുന്നു. മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടുന്നത് നിങ്ങളുടെ വിജയത്തെ തടയുന്നതിന് തുല്യമാണ്. ഭയമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. പരാജയപ്പെടുമോ എന്ന ഭയം, അസുഖം വരുമോ എന്ന ഭയം, ആളുകൾ എന്തു വിചാരിക്കുമെന്ന ഭയം. ഈ ഭയങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ സൃഷ്ടിയാണ്. എന്തിനെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത് അതിനെ അഭിമുഖീകരിക്കുക. ഭയത്തിനു മുകളിൽ നിങ്ങളുടെ വിശ്വാസത്തെ പ്രതിഷ്ഠിക്കുക. ദൈവം എന്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എനിക്ക് തുണയുണ്ട് എന്ന വിശ്വാസം ഏതൊരു വലിയ ഭയത്തെയും ഇല്ലാതാക്കും. നിങ്ങളുടെ മനസ്സ് ഒരു വലിയ റേഡിയോ സ്റ്റേഷൻ പോലെയാണ്. നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിലാണോ ട്യൂൺ ചെയ്യുന്നത്, ആ പാട്ടുകൾ മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയൂ. പോസിറ്റീവ് ചിന്തകളുടെ ഫ്രീക്വൻസിയിൽ നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്യുക. ജീവിതത്തിൽ മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കില്ല. ഇതിന് കൃത്യമായ പരിശീലനം ആവശ്യമാണ്. കുറഞ്ഞത് 21 ദിവസമെങ്കിലും ഈ പോസിറ്റീവ് ചിന്തകൾ തുടർച്ചയായി പരിശീലിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് തൊട്ടുമുൻപും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിൽ കാണുക. അതിനെ വിഷ്വലൈസേഷൻ എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സത്യമായി മാറുന്നത് ഒരു സിനിമ കാണുന്നതുപോലെ മനക്കണ്ണിൽ കാണുക. ആ നിമിഷം നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കുക. ഉപബോധ മനസ്സ് ആ വികാരങ്ങളെ സത്യമായി കാണുകയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അതിനനുസരിച്ച് മാറ്റിമറിക്കുകയും ചെയ്യും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിധി നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ മറ്റാരുടെയും ഇരയല്ല. നിങ്ങളുടെ ചിന്തകളുടെ ഫലമാണ് നിങ്ങളുടെ ഇന്നത്തെ ജീവിതം. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ തയ്യാറാവുക. ലോകം നിങ്ങൾക്ക് മുന്നിൽ വാതിലുകൾ തുറക്കുന്നത് നിങ്ങൾ കാണും. പരാജയങ്ങളിൽ തളരാതെ, നിരാശകളിൽ വീഴാതെ, ഉള്ളിലെ ആ വലിയ ശക്തിയെ വിശ്വസിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ തുടക്കമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും പങ്കുവയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. നമുക്കൊരുമിച്ച് വളരാം, ഒരുമിച്ച് വിജയിക്കാം. കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.